പശ്ചിമേഷ്യൻ തീരത്ത് പുതിയൊരു യുദ്ധത്തിന്റെ കാഹളം കേട്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളും തന്ത്രങ്ങളും മറികടന്ന പുതിയ പട ഒരുക്കത്തിന് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഖമേനിയുടെ നീക്കം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പതനം മാത്രം. ഇറാൻ പ്രസിഡന്റിന്റെ ഭാഷ്യവും അതുതന്നെ. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുക്കി വച്ചിരിക്കുന്നത് എന്താകും പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇറാനെ പിടിച്ചുകെട്ടാൻ ഇസ്രയേലിന് കഴിയുമോ? ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇറാനുമായൊരു യുദ്ധമാകുമോ ഇസ്രയേൽ വരുത്തിവെക്കുന്നത്? ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായാൽ കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇസ്രയേലുമായുള്ള മുൻ 12 ദിവസത്തെ യുദ്ധസമയത്തേക്കാൾ ആയുധശേഷിയിലും സൈനിക ശേഷിയിലും ഇറാൻ ഇപ്പോൾ കൂടുതൽ ശക്തമാണെന്നും പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്നും അതിനെ നേരിടാൻ രാജ്യം പൂർണ്ണമായും സജ്ജമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ബലം വർദ്ധിച്ചുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭാവിയിലെ ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന സൂചന നൽകുന്നു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. ആയുധങ്ങളിലൂടെയും സേനാബലത്തിന്റെയും കാര്യത്തിൽ മുൻപന്തേക്കാൾ ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്.